ചില ഡയറക്ടേഴ്സ് ഇപ്പം വർഷങ്ങളായിട്ട് ചെയ്താലും ഇപ്പോഴും കിടന്ന് ബഹളം വെക്കുന്ന ഒത്തിരി പേരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സ്കില്ല് എവിടെയോ ജയിലിലുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ടേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അല്ല, ഇത് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ഒക്കെ ഞാൻ സ്വയം പോയിട്ട് കരയായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നത് തന്നെ ഭയങ്കര ഗംഭീര അഭിനയമായിരുന്നു. കുന്തക്കാരനായിരുന്നു. കുന്തക്കാരൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭയങ്കരമായിട്ട് ആക്ടിങ് എലമെൻ്റ് ഉള്ള ഒരു സാധനമാണ്. കാരണം ആരെവിടെയെന്ന് ചോദിച്ചാൽ മാത്രമേ തലനക്കാൻ പാടുള്ളൂ. അടിയൻ എന്ന് പറയണം. ഡെപ്തുള്ള റോളായിരുന്നു. നമ്മളെവിടെ നിന്ന് മാറ്റി അറിയാതെ അളിയൻ എന്ന് പറഞ്ഞു. ഇടവേളകളിൽ സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളോട് ഫോൺ വിളിക്കുന്നത് കേട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ നല്ല അച്ഛനാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ കണ്ടിട്ടും പറഞ്ഞു, ഇതിനകത്ത് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നുമില്ല, ഞങ്ങളോട് സംസാരിക്കുന്നവരെ സംസാരിച്ചു. അഭിനയിക്കേണ്ടി വന്നിട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, കൈ നീട്ട നല്ല അച്ഛനായിരുന്നുള്ളത്. ഇത്രയെങ്കിലും ഞാനത് പറയണല്ലോ, എൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മളല്ല പറയുന്നത്. കണ്ടിന്യൂ, കുഴപ്പമില്ല. എൻ്റെ അപ്പൻ്റെ കാര്യത്തിലേ വേറൊരു വ്യത്യാസമുണ്ട്. കാരണം എന്നെ ടീച്ചറാക്കാൻ ആഗ്രഹിച്ചതാണ് പുള്ളി, അധ്യാപകനാക്കാൻ. പക്ഷേ അധ്യാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കത്തെ ദേഷ്യമായിരുന്നു. കാരണം 5ാം ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചർ, ഭയങ്കര ദുഷ്ടനായ ഒരു ക്ലാസ് ടീച്ചർ, 6ാം ക്ലാസ്സിൽ അതേ അധ്യാപകൻ, 7ാം ക്ലാസ്സിൽ അധ്യാപകൻ എൻ്റെ അപ്പനായിരുന്നു. സാധാരണ ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ നമ്മളൊരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്ന് ഒരു വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഷാഡോ പ്ലേ എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. അപ്പോൾ ടീം ഷാഡോ പ്ലേ ആണ് 2 സ്ഥലത്തും ഇരിക്കുന്നത്, 2 സൈഡിലായിട്ടിരിക്കുന്നത്. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഞാൻ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഇരിക്കാറില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഒരു പാങ്ങ് കിട്ടില്ല. സുദീപ്, അതെ, പല പല മേഖലകളിൽ കണ്ട് പരിചയമുണ്ട്, ആ മുഖം നല്ല പരിചയമുണ്ട്. പോലീസുകാരൻ, ശരിക്കും പോലീസുകാരൻ ലുക്കാട്ടോ. അതായത് നേരിട്ട് കണ്ടപ്പോഴും പോലീസുകാരൻ ലുക്കാ. അങ്ങനെ തോന്നുന്നുണ്ടോ? ആ ഉണ്ട്, ശരിക്കും തോന്നുന്നുണ്ട്. ജെയിൻ, ഹാരി, തമ്പി, സ്നേഹമുള്ളവരെന്നെ തമ്പി എന്ന് വിളിക്കുന്നു. അജയ് തമ്പി, ജൂനിയർ തമ്പി എന്നല്ലേ ഇൻസ്റ്റയില്? ആ, ഓക്കെ. അപ്പം നമുക്ക് ഈ എല്ലാ പ്രോഡക്റ്റുകൾക്കും, ഇപ്പം ഞാൻ ഷാഡോ പ്ലേ കണ്ടു, എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു ബിഗിനിങ് ഉണ്ടല്ലോ, ഒരു തോട്ടിൻ്റെ ബിഗിനിങ് എന്നാണല്ലോ ഈ സാധനം തുടങ്ങുന്നത്, ഒരു പ്രോഡക്റ്റായി മാറുന്നത്. ആ തോട്ട് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയ, അഥവാ ബാലചന്ദ്ര മേനോനായ താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ. കാരണം എന്തൊക്കെയാണ് സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, പിന്നെന്താ സ്റ്റണ്ട്, ആക്ഷൻ, ആക്ടർ എല്ലാം ആയ താങ്കളിൽ നിന്ന് ഞാൻ തുടങ്ങാം. ജെയിൻ, ആ തോട്ട് എവിടെ നിന്നായിരുന്നു? തോട്ട് ഞാനിതുപോലെ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഷൂട്ടിന് പോയതാണ് ഗോവയിൽ. അപ്പോൾ തിരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു ഷോർട്ട് മൂവി ചെയ്യണമെന്നുള്ളൊരു പ്ലാനിലിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ അന്നേരം പെട്ടെന്ന് തലയ്ക്കകത്ത് കയറി വന്നു. ആ ഐഡിയ വന്നെങ്കിലും അതിനുമുമ്പ് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അപ്പം അതിലെ ക്യാരക്ടറിനെ എടുത്ത് ഇതിൻ്റെ വേറൊരു രീതിയിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ പുള്ളി ഇന്ന സാഹചര്യത്തിൽ വന്നാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നി അയാളെ ഇവിടെ പ്ലേസ് ചെയ്തു. പിന്നെ കുറച്ച് ഇപ്പം ഷഫീഖിൻ്റെ ക്യാരക്ടർ, അതൊരു ഊബർ ഡ്രൈവറാണ്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഊബറൊക്കെ വിളിക്കും. അപ്പം മിക്കവാറും ഇവരൊക്കെ ഫോൺ കോളുകളിലൊക്കെ ആയിരിക്കും. അപ്പം എക്സാക്ട്ലി അതുപോലെയല്ല. അപ്പം നമുക്ക് പല ഐഡിയകൾ കിട്ടും ഇവരുടെ കോൺവെർസേഷനിൽ നിന്നും. നമ്മളെ കാണാത്ത അതർ എൻഡ് ഉണ്ടല്ലോ, ഇവർ സംസാരിക്കുന്ന ഇത് ഫാമിലിയോടൊക്കെ ആയിരിക്കാം. പിന്നെ കുറേ ഞാൻ ബിൽഡ് ചെയ്തെടുത്താണ് അങ്ങനത്തെ കുറേ ഇത്. അപ്പം അങ്ങനെ കുറച്ച് ഒബ്സർവേഷനുകളുണ്ടായിരുന്നു. പിന്നെ തമ്പിയുടെ ക്യാരക്ടർ ഇതുപോലെ ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് അതുപോലെ അല്ലാത്ത വേറൊരു ആളുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഈ വേറെ ഒരു പരിസരത്ത് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു കഥ, ഈ ത്രെഡ് വന്നപ്പം അങ്ങനെ അങ്ങോട്ട് ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു. നമ്മൾ എന്നാ പറയുന്ന ഒരു പസിലൊക്കെ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് ഷൂട്ട് ചെയ്തത് 2024 ഈ ഐഡിയ വരുന്നത് 2023, ഒരു വർഷം മുന്നേ. അപ്പം ഒരു വർഷം ആദ്യം ഞാൻ ജസ്റ്റ് ചുമ്മാ ഫോണിൽ തന്നെ അന്നേരം ടൈപ്പ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ആക്കിയത്, എന്നിട്ട് ഒരു 1-2 ഫ്രണ്ട്സിന് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള 1-2 പേർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ അതിനെ പല ഡ്രാഫ്റ്റുകൾ എഴുതി ഈ പരുവത്തിലാക്കി. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഞാനിത് കണ്ടുകൊണ്ടിരുന്ന് ഞാൻ അതിലേക്ക് അങ്ങ് ഇന്നായി, അത് സെറ്റായപ്പോഴത്തേക്കും തീർന്നുപോയി.
പെട്ടെന്ന് തീർത്ത് കളഞ്ഞു? അതെന്താ പെട്ടെന്ന് തീർത്ത് കളഞ്ഞു? പെട്ടെന്ന് തീർത്തതല്ല, നമ്മളൊരു ചെറിയ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇത്രയും ഒരു 5-6 എപ്പിസോഡുള്ള ഒരു സീസൺ പോലത്തെ ഒരു പരിപാടി അല്ലായിരുന്നു ഒറിജിനൽ ഐഡിയ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം നമ്മളൊരു ഇച്ചിരി ലെങ്തി ഷോർട്ട് ഫിലിം എന്നുള്ള ഒരു ഐഡിയയിലാണ് തുടങ്ങിയത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമും അല്ല, മൂവി അല്ലാത്തൊരു ഇത് ഇരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കുറച്ചുകൂടെയൊക്കെ ഇച്ചിരി ഷൂട്ട് ചെയ്തു, കുറച്ച് ഫുട്ടേജൊക്കെ എടുത്തു, ഒരു മിനി സീരീസ് എന്നുള്ള പ്ലാനിലേക്ക് അതിനെ ഇത് ചെയ്തു. അപ്പം പല പ്രാവശ്യം എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ലീനിയറായിട്ട് കട്ട് ചെയ്തു, പിന്നെ നോൺ ലീനിയറായിട്ട് ഒരു 2-3 വേർഷൻ ഉണ്ട് അതിൻ്റെ. അപ്പം ഞാനിതിങ്ങനെ ഒരു വലിയ വൈറ്റ് ബോർഡിൽ ഇങ്ങനെ പല പീസസ് അടുക്കി വെച്ചിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഒരു 3-4 വട്ടം എഡിറ്റിൻ്റെ അടുത്ത് പോയി എഡിറ്റ് ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം എടുത്തു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഇതിലെത്താനായിട്ട്, ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ. ഇത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ, ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു പ്രൊഡക്റ്റ്, ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോയി എന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, മഞ്ജു പറഞ്ഞില്ലേ, ഇപ്പം പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലും തോന്നില്ലേ? സത്യത്തിൽ അതാണ് ആ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അത് പറയാൻ ജെയിൻ അതിന് ആ ഒരു എളിമ കൊണ്ട് അങ്ങനെ പറയാത്തതാണ് സത്യത്തിൽ. ഞാൻ എന്നെ തന്നെ എങ്ങനെ അപ്പൊ അത് ഏറ്റുപിടിക്കണ്ടേ, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ സുഹൃത്തുക്കളെ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞാനത് പറഞ്ഞല്ലോ. ഇപ്പൊ പെട്ടെന്ന് അത് തീർന്നു. അപ്പൊ ഇനി ചോദിക്കില്ലേ, ഇപ്പൊ അഞ്ചു അടുത്തത് ചോദിക്കാൻ തോന്നി, ഇനി ഇതുപോലത്തെ ഐറ്റം കയ്യിലുണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് അതിന്റെ കാര്യം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ അവിടെ ചോദിക്കണായിരുന്നു. അതായിരുന്നു നിങ്ങൾ ചോദിക്കണമായിരുന്നു. റൈറ്റ് ക്വസ്റ്റ്യൻ ടു ദ റോങ് പേഴ്സൺ. അല്ല, അതൊരു പ്രൊമോഷണൽ കണ്ടന്റ് ആണ്. വീണ്ടും തീരരുതായിരുന്നു എന്ന് തോന്നിയത് അല്ലേ? ഭയങ്കര പെട്ടെന്ന് തീർന്നുപോയി. പെട്ടെന്ന് ടക്ക് 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 നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ടക്ക് ടക്ക് ടക്ക്. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും തോന്നി ഞങ്ങളുടെ റോള് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ. അതില്ലല്ലോ. അപ്പൊ പിന്നെ ഈ നമ്മള് പറയില്ല, പുള്ളി മരിച്ച അഭിനയിക്കായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് സുദീപ് സാറിന്റെ ക്യാരക്ടർ അല്ലേ? ഹൗ ഡിഡ് ഹി കം ടു യു? അല്ല, ഇതിൻ്റെ ചിന്തകളിൽ വളരെ പെട്ടെന്ന് വന്ന ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുമ്പ് തുടരും എന്ന് പറഞ്ഞ മൂവിയിൽ. അപ്പോൾ അന്ന് എൻ്റെ ഒപ്പമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇടവേളകളിൽ സംസാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളോട് ഫോൺ വിളിക്കുന്നതൊക്കെ കേട്ട് മൂപ്പരിനോട് ചോദിച്ചു, എൻ്റെ ഒരു പുതിയ വർക്ക് വരുന്നുണ്ട്, അപ്പോൾ ആ വർക്കിൽ നിങ്ങൾ നല്ല അച്ഛനാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇതേ കാര്യമൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മക്കൾ കണ്ടിട്ടും പറഞ്ഞു, ഇതിനകത്ത് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നുമില്ല, ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അഭിനയിക്കേണ്ടി വന്നു, നാച്ചുറൽ ആക്ടർ. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, കൈ നീട്ട നല്ല അച്ഛനായിരുന്നുള്ളത്. അത് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞല്ല. അത്രയെങ്കിലും ഞാനത് പറയണല്ലോ, അതെൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മളല്ല പറയണത്, പിള്ളേര് പറയണോ? അല്ല, പിള്ളേര് പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ നല്ലതാണല്ലോ. കണ്ടിന്യൂ, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഇതെന്താ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നടന് ഏറ്റവും ആവശ്യം വീണടുത്ത് കിടന്ന് ഉരുളാൻ പഠിക്കണം എന്നുള്ളത്. അത് നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പൊളിക്കല്ലേ? കാര്യം കഴിഞ്ഞു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഫുൾ പ്രോഡക്റ്റ് കഴിഞ്ഞപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞു? കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം അവരിപ്പം വർഷങ്ങളായിട്ട്, ഇപ്പം 2017 ഞാൻ ആക്ടിങ്ങിൽ വരുന്നത്, ആ ഒരു സമയം മുതൽ അവർ ഭൂരിഭാഗം കാണുന്ന അച്ഛൻ വേഷമാണ്. അതിലൊന്നും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. മിക്കതിലും പെമ്മക്കളെയാണ് കിട്ടുന്നത് മക്കളായിട്ട്. അപ്പോൾ ഇതിൽ പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ ഉപയോഗത്തിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേട്ടിടുന്നതിലും ഇല്ല, അവർ സ്ഥിരം കേൾക്കുന്നത് ഇത് തന്നെയാണ്. വളരെ നാച്ചുറൽ, വെരി നാച്ചുറൽ. ആദ്യം നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയല്ലേ ഈ പുള്ളി എന്ന്. അതിൽ കാണാൻ കംപ്ലീറ്റ്ലി വേറെ ലുക്ക് കേട്ടോ, വേറെ ഒരു മനുഷ്യനാണ്. യു ലുക്ക് ക്വൈറ്റ് ഓൾഡ്. I look old now. അല്ലല്ല, അതെനിക്ക് താടിയുടെ ആവാം. പിന്നെ അത് 2 കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്തതാ. 2 കൊല്ലം കൊണ്ട് നിങ്ങൾ പ്രായം കുറഞ്ഞു? അല്ല, കുറച്ച് വർക്ക്ഔട്ട് ഒക്കെ പിടിച്ചു, ചിലപ്പോൾ അതായിരിക്കും. ഐ ഡോണ്ട് നോ. ഇത് നല്ലൊരു ക്രെഡിറ്റ്, ഞാനത് ആരും പറഞ്ഞു കേട്ടില്ല. എന്നാലും ഇല്ല, ചോദിക്കാനൊന്നുമില്ല. അതിനു മുമ്പ് ഇയാൾ അഭിനയിച്ച വേറെ ഗംഭീര സംഗതികളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇതിനെക്കാട്ടിലും പ്രായം തോന്നും. അല്ല, ഞാൻ പറഞ്ഞ, ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോ ഈ നേരിട്ട് കാണുന്ന ആളേ ഇല്ല. നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുപ്പിക്കണം. അതാണ് അടുത്ത കേട്ടോ. ഞാൻ പറഞ്ഞത് മഞ്ജു തെറ്റിദ്ധരിക്കണ്ട. ധൂമം പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിന്റെ ഒരു മൂവിയുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു റോള് ചെയ്തതിനകത്ത് തലമുടിയൊക്കെ നീട്ടി താടിയൊക്കെ വളർത്തി വേറൊരു ലുക്കാ. ഇത്രയും തലമുടി മഞ്ജുരക്കാളുടെ തലമുടിയുണ്ട്. അതിൽ കുറച്ച് തടി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാനത് അത്രയ്ക്ക് വേണ്ട.
ഇത്രയുണ്ടോ? ഇല്ല ഇല്ല, ഇല്ല, ഇല്ല ഇല്ല. ഇല്ല 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 അത് തെറ്റിദ്ധരിച്ചത് പെട്ടെന്ന്. ഓക്കെ, പറ. വെബ് സീരീസ് ഇങ്ങനെ ജെയിൻ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ജെയിൻ ചേട്ടനെ സംഘർഷകരണ എന്ന് പറഞ്ഞ ജെയിൻ ചേട്ടൻ ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഞാൻ ജെയിൻ ചേട്ടൻ, ഞാനത് അഭിനയിച്ചിട്ടില്ല, ഞാൻ ഇതുപോലെ ചാൻസ് ചോദിക്കാൻ പോയതാണ്, കിട്ടിയില്ല. പക്ഷേ ഞാൻ ജെയിൻ ചേട്ടൻ അതിനകത്ത് അവിടെയാണ് സെറ്റിൽ ആദ്യം വെച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഡോൺ പാലത്ര സിനിമകൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനകത്ത് സ്ഥിരം സാന്നിധ്യമാണ് ജെയിൻ ചേട്ടൻ. ഫോളോ ചെയ്യുന്നവർക്ക് ജെയിൻ ചേട്ടൻ സ്ഥിരം കാണാം. ഞാൻ അന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെയിൻ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഓടിച്ചെന്ന് പുള്ളിക്കാരനോട് അന്ന് ഞാൻ അവിടെ ഒരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പറാണ്, അല്ല ശരിക്കും പുള്ളി അടിപൊളിയാണ്, നമുക്ക് അങ്ങനെ തന്നെ തോന്നിയിരിക്കുന്നു. അപ്പോൾ അത് കാര്യമുണ്ട്. അപ്പോൾ ജെയിൻ ചേട്ടൻ അന്ന് മുതൽ എനിക്ക് ജെയിൻ ചേട്ടൻ്റെ ബന്ധമുണ്ട്. എന്താ ഓഫർ ചെയ്തേക്കുന്നത്? ഒന്നും ഓഫർ ചെയ്തില്ല. അടുത്ത പടം വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ അല്ലാണ്ട് തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ച് ഒരു പോയിന്റ് എത്തിയപ്പോൾ പുള്ളി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, വരുന്നോ ചെയ്യുന്നോ ചോദിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ജെയിൻ ചേട്ടൻ കുറെ കാലമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ്, നന്നായിട്ടും തോന്നുന്നു. ഇത് ആക്ച്വലി ഈ ഷെഫീഖ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പൊ നമ്മൾ അതിൽ കാണുന്ന പോലെ അത്യാവശ്യം പ്രായമുള്ള ഒരാൾ, ഒരു ഇച്ചിരിയും കൂടെ പ്രായം മെച്ചുവേർഡ് ലുക്ക് ആണല്ലോ. ഈ പുള്ളിനെ ആ ലുക്കിലേക്ക് ആലോചിക്കാൻ കാരണം എന്തായിരുന്നു? അല്ല, നമ്മൾ ഇപ്പം ഹാരിയുടെ ഡ്രസ്സിങ്ങും ഇതുമൊക്കെ വെച്ച് പുള്ളി കുറച്ച് ഇപ്പം കണ്ടില്ലേ, അതുപോലെ തന്നെയുള്ള ആളാണ്. അപ്പം നമ്മൾ ഒരു ടാക്സി ഓടിക്കുന്ന ഒരാൾ സാധാരണ ഒരു പാൻറ്റും ഷർട്ടും ഇച്ചിരി ടയർഡായിട്ടുള്ള ഒരു ഇത് പുള്ളിനെ ഏത് രീതിയിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാന്ന് തോന്നിയിട്ടുണ്ട്. പുറമെയുള്ള ബിൽഡപ്പിനുള്ളിൽ ഒരു യുനോ പക്ഷെ ആ ഷർട്ടും പാൻറ്റും എൻ്റെ തന്നെയാണ്, എൻ്റെ അതുണ്ട്, അത് തന്നെയാണ്. അല്ലേ? പക്ഷെ ഇത് യു ക്യാൻ പുൾ ദിസ് ഓഫ് കേട്ടോ, ഈ രണ്ട് രീതിയിലും സെറ്റാണ്. പക്ഷെ നൈസാണ് തമ്പി. ഇത് കാണുമ്പോ ഉണ്ടല്ലോ രാറ്റരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അതേ കണ്ടായിരുന്നു. ഇത് എങ്ങനാ ഈ ഇതിലേക്ക് വിളിച്ചേ? അത് 2021 ആഗസ്റ്റില് സംഘർഷടന സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ വില്ലന്റെ ഗ്യാങ്, നായകന്റെ ഗ്യാങ്, പുള്ളി വില്ലന്റെ ഗ്യാങ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അജയ് തമ്പി, സ്നേഹമുള്ള ഒരു തമ്പി എന്ന് വിളിക്കും ഉള്ള രീതിയിൽ പറഞ്ഞു. എന്നോട് പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ അതിനിപ്പോൾ ചേട്ടൻ വിളിച്ചു, തമ്പി ഞാൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇങ്ങനെ സാധനം വരുന്നുണ്ട്, ചെയ്യുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഓ പിന്നെ എന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അങ്ങനെ ചെന്ന് ഷൂട്ട് ചെയ്ത് അഭിനയിച്ചാണ്. സ്ക്രിപ്റ്റ് ഒന്നും വായിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെല്ലണ ദിവസം ഒരു 5 മിനിറ്റ് മുമ്പ് സ്ക്രിപ്റ്റ് തരും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞ് അങ്ങനെ ചെന്നു. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ, ഞാൻ ജീപ്പൊക്കെ ഓടിച്ചു, വെടിയൊക്കെ കൊണ്ടു. ായിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു. അതിലെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാനുണ്ടായിരുന്നത് താങ്കൾക്കായിരുന്നു അല്ലേ? ഇടികൊള്ളുക, ചവിട്ടുകൊള്ളുക, വെടികൊള്ളുക, വണ്ടി ഇടിക്കുക, എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ അകത്തൊരു തമ്പിയുടെ ക്യാരക്ടർ ഓടിക്കുന്ന ജീപ്പ്, അതിന് 3 ഗിയറേ ഉള്ളൂ. അത് വേറൊരു സ്ഥലത്തു നിന്ന് നമ്മുടെ പ്രൊഡക്ഷൻ തോമസ് പുള്ളി കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ഓടിക്കാൻ അറിയാം. എനിക്ക് തമ്പിക്ക് ഇത് ഓടിക്കാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിത് വണ്ടി വന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എടാ നീ ഇത് ഓടിക്കുമോ? നോക്കാമെന്ന് പറഞ്ഞ് അവനത് ആ ട്രാഫിക്കുള്ള കടമക്കുടി കൂടെ, അവിടെ പെർമിഷനൊന്നും ഇല്ല, ആ തിരക്കുള്ള സ്ഥലത്തൂടെ, അത് ചെയ്സാണല്ലോ അവിടെ ഷൂട്ട് ചെയ്ത്. ഞാനൊന്ന് പേടിച്ച് പോയായിരുന്നു. ഇനി അവനത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല രസമായിരുന്നു. ജീപ്പൊക്കെ കൈ കിട്ടിയിട്ട് നമ്മൾ വെറുതെ ഓടിക്കുന്നത് എങ്ങനെ. ശരിക്കും ഓടിക്കാൻ അറിയായിരുന്നോ? അറിയാം, പക്ഷേ അതല്ല അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗിയർ ഉള്ളത് അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് 4th ഗിയർ 5th ഗിയർ ഇടാൻ എന്നുള്ള ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടായുള്ളൂ. അതെനിക്കറിയാം. വണ്ടി ഓടിക്കണം, ബിയർ അടിക്കണം, വലിച്ചെറിയണം, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. പക്ഷേ രസമായിരുന്നു. വണ്ടി മറ്റേ പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, വളയ്ക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അത്ര ഉണ്ടായുള്ളൂ. പിന്നെ ഒരു ഷോട്ടൊന്നും നിർത്താൻ പറ്റൂലല്ലോ. 4-5 ഷോട്ട്, എത്ര ഷോട്ട് പോയതപ്പോ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിക്കുന്നതോ? ഓടിക്കുന്നു. അതായത് ആ നേരം കൊണ്ട് അവൻ ഡ്രൈവിംഗ് ഭയങ്കര അറിയോ? ഇപ്പൊ അറിയാം. അല്ല, അത് പല ഷോട്ടുകളുണ്ട്. ഇപ്പോൾ റിഗും മറ്റേ നമ്മുടെ ഡ്രോൺ ഗോപ്രോ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട്, മറ്റേ സാധാ ക്യാമറ, ഡ്രോൺ സൈഡിൽ കൂടെ. അപ്പം എല്ലാം കൂടെ ഒരു ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഇരുട്ടുന്നോടം വരെ ചെയ്തു. നമ്മൾ വിചാരിച്ചൊന്നും ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ലൈറ്റ് പോയി. പിന്നെ പിറ്റേ ദിവസം അവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ചെറിയ, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ മെയിൻ സ്ട്രീം മൂവിയുടെ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും. നമ്മൾ ഇത് വളരെ ലിമിറ്റഡ് പരിപാടികളിൽ ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ടുള്ളതാണ്. പിറ്റേ ദിവസം ഷൂട്ടില്ല, കാരണം അടുത്ത ദിവസം വേറെ ഷൂട്ട് ചെയ്യാൻ വേറെ സ്ഥലത്ത് ചെല്ലണം. അവിടെ പൈസ കൊടുത്ത് വെച്ചിരിക്കുകയാണ്, അവിടെ പോയേ പറ്റുള്ളൂ. മനസ്സിലായി, ലിമിറ്റേഷൻ ഉണ്ട്.
ഇത് ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പം നിങ്ങൾ രണ്ടാളും അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്യാൻ കിട്ടുന്ന റോളുകളൊക്കെ ചെയ്ത് പോവാണല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഡയറക്ടർ ആവാം അല്ലെങ്കിൽ ഇപ്പം കഥ എഴുതണം ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, മൈ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു ബിക്കം എ ഡയറക്ടർ. അപ്പം ഞാൻ ഈ ആക്ടിങ്ങിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഡയറക്ടർ ആകണം എന്നുള്ള ഒരു വിഷനിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ ആക്ടർ ആവുന്നത് ഒരു വളരെ ആക്സിഡൻ്റലിയാണ്. ഞാനൊരു 2018 തോന്നുന്നു. അപ്പോൾ ഡോൺ എൻ്റെ സുഹൃത്താണ്. അപ്പം പുള്ളീനെ ട്രിവാൻഡ്രത്ത് IFFKയിൽ വെച്ച് കാണുകയും അപ്പം പുള്ളിയുടെ 1956 എന്ന് പറഞ്ഞ മൂവിയുടെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോൺ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഇങ്ങനെ മാറി നിന്നിട്ട് എന്നെ 2 പ്രാവശ്യം നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജെയിൻ ഞാനൊരു പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനാണ്, കൊച്ചിയിൽ ഓഡീഷൻ നടക്കുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ വാട്ട് വേ യു എന്ത് ചെയ്യുമായിരുന്നു? ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പം അല്ല. അപ്പം അന്ന് എനിക്ക് നാട്ടിൽ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഡോൺ ഞാൻ വെക്കേഷൻ സമയമാണ്, തിരിച്ചു പോകേണ്ട വരുമായിരിക്കും, അപ്പം അതിൻ്റെ ഇച്ചിരി ഡിലേ ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അഭിനയിക്കാൻ ഒരാൾ നമ്മളെ ഇങ്ങനെ ഓഡീഷനാണ്, കൺഫേംഡ് ഒന്നുമല്ല, എങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയുടെ ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇത് പോയില്ല. കഴിഞ്ഞ് പുള്ളി ഓഡീഷന് തലേദിവസം എന്നെ ഒന്നുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഓഡീഷനാണ് വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊച്ചിയിലുണ്ട്, ഞാൻ പോയി ഓഡീഷന് പങ്കെടുത്തു. പുള്ളി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇടുക്കിക്ക് ഒരു 16 days വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയുണ്ട്, വൈകിട്ട് സമയത്താണ് ജോലി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 11 തൊട്ട് വൈകിട്ട് 6 മണി വരെ ജോലി ചെയ്യാമല്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ വരാൻ പറഞ്ഞു. അങ്ങനെ ദീപിക പദുകോൺ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമായിട്ടോ. ദീപിക പദുകോൺ വരെ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണ്. ടാലന്റ് ഓരോരുത്തർ തിരിച്ചറിയുന്നതിൻ്റെയാണ്. You should understand your value. ശരിക്കും അല്ല, അതൊരു വളരെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ആ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ശനിയും ഞായറും ഒക്കെ ഫുള്ള് ഷൂട്ട് ചെയ്തു. ഈ ഇട ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ഡോണിനോട് പിന്നീട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്റ്റോറിയാണ്. അപ്പം പുള്ളിക്ക് അത് വളരെ ഒരു പേഴ്സണൽ സബ്ജക്റ്റാണ്. അപ്പം പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു സാമ്യം, മാനറിസംസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പൊ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉൾപ്പെടെ അങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുന്ന റോൾസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതുപോലൊരു പരിപാടി അത് ഒന്നാണെങ്കിൽ വേണ്ടില്ല. എന്തൊക്കെയാണ് ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, റൈറ്റിങ്, ആക്ടിങ്, സ്റ്റണ്ട് ഡയറക്ഷൻ അല്ലേ, എല്ലാം. ഒരു ഫീൽഡ് മാത്രം വിടാൻ തീരുമാനിച്ചു, പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇങ്ങനെ പോയാൽ ഞാൻ ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് പോകുന്നത് ആ അവസ്ഥയിലേക്ക്. ഇപ്പം ഭാര്യയെ മാത്രമാണ് വിശ്വാസമുള്ളത്, അതുകൊണ്ട് ഇപ്പം അങ്ങനെ പോകുന്നതാ. അതുകൊണ്ടാണ് മഞ്ജുവിന് ഒരു വലിയ സപ്പോർട്ടൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടേക്കുന്നത് അല്ലേ വെബ് സീരീസിന്റെ ഇടയിൽ. കാരണം എവിടെ നിർത്തണം എന്നുള്ളത് പുള്ളിക്കാരത്തെ തീരുമാനിക്കുന്നത്. അതിൽ കൂടുതൽ പൈസ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്സിലേക്ക് ലോവർ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. ആണോ? ഇതിലിപ്പോ ഡയറക്ഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ നിർത്താൻ തീരുമാനിച്ചു, അതിന് തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി ഡയറക്ഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഡയറക്ഷൻ ചെയ്തിട്ട് ഇത് ഞാൻ ആക്ച്വലി പഠിക്കാൻ ചെയ്തതാണ്. കാരണം ഞാനൊരു ഡയറക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരു സാധനം നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴാണല്ലോ അത് പഠിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അത് ആലോചിച്ച സമയത്ത് ഒരു ഏജ് വെച്ചിട്ട് എനിക്ക് ഇനിയും ഒരാളെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. കാരണം തെറി കേൾക്കേണ്ട പ്രായം കുറച്ചുകൂടെ യങ് ആയിട്ടുള്ളതാണ്. അപ്പം ഈ പ്രായത്തിൽ പോയി അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയില്ല. പിന്നെ ഒരു ഫിലിം സ്കൂളിൽ പോകണമെങ്കിൽ 3 വർഷം എടുക്കും, നല്ല കാശും ആവും. സോ വൈ നോട്ട് മേക്ക് എ മൂവി? ഉണ്ടാക്കി പഠിക്കാൻ തീരുമാനിച്ചു. പിന്നല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണല്ലോ എന്ന് വിചാരിച്ചിരുന്നത്. കുറേ കാലമായിട്ട് ഇതിൻ്റെ എന്തൊരു ഈസിയായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നപ്പോൾ എനിക്കും ഇപ്പോൾ ഒന്ന് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസർ നമ്മളിങ്ങനെ കൈയിട്ടാണല്ലോ പൊള്ളി പഠിക്കുന്നത്. അതുവരെ കുട്ടികളുടെ രണ്ടും കൂടെ റെഡി ആയിരുന്നു, പ്രൊഡക്ഷനും ഡയറക്ഷനും. എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലും വേണം. ഇനി എങ്ങനെയാ ആക്ടിങ്ങിലേക്ക് വരുന്നത്? എങ്ങനെയാ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ഒക്കെ ആയിട്ട് ആൾ സെറ്റ് ആയിട്ട് പോവാണല്ലോ. അത് ഈ നമ്മള് ചില ആൾക്കാർ അറിയില്ലേ, ചെറുപ്പം മുതലേ എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു 4ാം ക്ലാസ് മുതൽ സ്റ്റേജിൽ കയറിയതാ. അതെ അത് പ്രസംഗം, മോണോ ആക്ട്, മിമിക്രി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല ഈ അഭിനയം വഴിക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് പത്രപ്രവർത്തനമാണ് ഒരു ഓപ്ഷനായിട്ട് എടുത്തത്. ജേർണലിസം കഴിഞ്ഞു, റാങ്കോടെ പാസ്സൊക്കെ ആയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ പല മാധ്യമങ്ങളിലും വർക്ക് ചെയ്തു.
അപ്പം ജീവിതത്തിൻ്റെ ഓരോ വെല്ലുവിളികൾ എന്ന് പറയുന്നത് വരുമ്പോൾ നമ്മൾ ട്രാക്ക് മാറുമല്ലോ. അങ്ങനെ ഞാൻ ബാങ്ക് എംപ്ലോയി ആയി. അപ്പോൾ ബാങ്കിങ്ങും ഫിനാൻസ് മേഖലയിൽ കുറേ കാലം വർക്ക് ചെയ്ത് ഞാൻ 2017 തീരുമാനിച്ചു. അപ്പോൾ അതിൽ കൂടുതൽ സമയം ട്രെയിനിങ് ആയിരുന്നു. ഇപ്പോൾ ട്രെയിനിങ്ങിൽ ആക്ടിങ്ങിൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് നമുക്ക് തോന്നി നമ്മൾ നല്ലൊരു ട്രെയിനറാണെന്ന് നമുക്ക് സ്വയം അങ്ങ് തോന്നി. അപ്പോൾ നമ്മൾ ജോലി രാജിവെച്ചു. ഉദ്ദേശം വേറെയായിരുന്നു, തന്നെത്താൻ ട്രെയിനിങ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടുന്ന് ആ സമയത്ത് എൻ്റെ പണ്ട് ജൂനിയറായിട്ട് പഠിച്ച ഒരു കക്ഷി പറഞ്ഞു, അയാളുടെ അടുത്ത് ഞാൻ പോകുന്നത് തന്നെ എൻ്റെ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട്. ഒരു ടീം പറഞ്ഞു, പിള്ളേർക്ക് നിങ്ങൾക്ക് ആക്ടിങ്ങിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ആക്ടിങ് എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്, എങ്ങനെയാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പഴയ ഒരു ജൂനിയർ ആയിട്ട് പഠിച്ച ഒരാളുണ്ട്, സതീഷിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സതീഷും ഫ്രാങ്കോ എന്ന് പറഞ്ഞ പ്രേമത്തിലെ മേരിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഫ്രാങ്കോയും കൂടെ എന്നെ വിളിച്ചു. അതിനകത്ത് പോയി നിന്നു, ഒരു ഗ്ലാസ് പിടിച്ച് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണാമല്ലോ, അങ്ങനെ കാണാൻ പോയതാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പണ്ട് നമ്മൾ പ്രാരാബ്ദത്തിനിടയിൽ ഒരു നമ്മളുടെ നടൻ വെളിച്ചാടി. അപ്പോൾ വെളിച്ചാടി കാരണം ഞാൻ ആദ്യം നിന്ന റോള് തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നത് തന്നെ ഭയങ്കര ഗംഭീര അഭിനയമായിരുന്നു. കുന്തക്കാരനായിരുന്നു. കുന്തക്കാരൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭയങ്കരമായിട്ട് ആക്ടിങ് എലമെൻ്റ് ഉള്ള ഒരു സാധനമാണ്. കാരണം ആരെവിടെയെന്ന് ചോദിച്ചാൽ മാത്രമേ തലനക്കാൻ പാടുള്ളൂ, അടിയൻ എന്ന് പറയണം. അപ്പോൾ അത്രയും നമ്മളിങ്ങനെ കൂടുതൽ എക്സ്പ്രഷൻ ഇടുന്നത് കൊണ്ട് നമ്മളെ അവിടെ നിന്ന് മാറ്റി. അറിയാതെ അളിയൻ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ മുതൽ നമ്മളിത് ഉള്ളിൽ കിടക്കുകയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിലെ അഭിനയ പ്രതിഭയെ വെളിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ 2017 മുതൽ പക്ഷേ ഭാഗ്യം കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറേ പരസ്യങ്ങൾ കിട്ടി, കുറേ അച്ഛൻ റോള്, കുറേ ശ്രദ്ധിക്കപ്പെടുന്ന കുറേ പരസ്യങ്ങൾ കിട്ടി. അപ്പം ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്. 72ഓളം പരസ്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൽ കുറേയൊക്കെ നല്ല നമ്മുടെ മൂവി ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കിട്ടി. അതിൽ നിന്ന് അതൊക്കെ മൂവിയിലേക്ക് വന്നു. ഇപ്പോൾ ഒരു 10-15 മൂവിയായി, ഒരു 3-4 വെബ് സീരീസായി. ഈ തുടക്കം കുന്തക്കാരനിൽ നിന്നാണെങ്കിലും ഇപ്പം 10-15 സിനിമ എന്ന് പറഞ്ഞല്ലോ, സിനിമയും ആഡും ഒക്കെ ചെയ്തതില്ലേ, അതായത് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരില്ലേ, കൊള്ളാട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്. അതേത് സിനിമയിൽ എന്ത് ചെയ്തപ്പോഴായിരുന്നു? അതിനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഓ അല്ല, സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതിനകത്ത് വിനയുടെ അതിനകത്ത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് താടിയൊക്കെ നീട്ടിയാണ് നല്ലൊരു റോള് ചെയ്തു. ആളുകൾ പൊതുവേ ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്തൊക്കെ നടക്കുന്നതുകൊണ്ട് പറയണം ഇത് ഞാനാണെന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അല്ലെങ്കിൽ അത് കണ്ടവരൊക്കെ നന്നായിട്ട് അറിയാവുന്നവരൊക്കെ നന്നായിട്ട് നല്ല താടിയുണ്ടല്ലോ അതിനകത്ത്. നല്ല താടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിലും നമ്മളുടെ ലുക്ക് മാറുന്നതുകൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരെണ്ണം, അല്ലെങ്കിൽ മറ്റേ ഇത് നമ്മുടെ ജിയോ ബേബിയുടെ ഫ്രീഡം ഫൈറ്റിനകത്ത് രജിഷയുടെ അച്ഛനായിട്ട് ഒരു റോള് ചെയ്തിരുന്നു. പിന്നെ അപർണദാസിൻ്റെ അച്ഛനായിട്ട് സീക്രട്ട് ഹോം എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 മൂവീസ് വളരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്ന റോളുകൾ വന്നിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അപ്പൊ കണ്ടിട്ട് കുഴപ്പമില്ലായിരുന്നു, നല്ല എളുപ്പമായിട്ട്. അതാ ഞാൻ പറഞ്ഞത് കാണുമ്പോൾ ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ജെയിൻ അത് വളരെ രസകരമായിട്ട് ചെയ്യുന്ന. ജെയിൻ എന്നോട് പറഞ്ഞു, ജെയിൻ മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടില്ല, ഒരാളുടെയും അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ വളരെ കൂളായിട്ട്, അതായത് ഞാൻ എൻ്റെ സീനൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മൂവിയിലും അല്ലാതെ പരസ്യങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടർ എങ്ങനെയാണ് പലരെയും നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ജെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ബിഹേവ് ചെയ്യുന്നത് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ ചില ഡയറക്ടേഴ്സ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്താലും ഇപ്പോഴും കിടന്ന് ബഹളം വെക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പോൾ ആ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അത് പകുതി തമാശയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സ്കിൽ എവിടെയോ ജെയിനിലുണ്ട്, കിടക്കുന്നുണ്ട്. പക്ഷേ നല്ല പാടായിരുന്നു, പുറത്ത് കാണിക്കാത്ത. അതാണ് നമ്മളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അല്ല, ഇത് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഞാൻ സ്വയം പോയിരുന്ന് കരയായിരുന്നു. നിങ്ങളുടെ ഇത് ആക്ടിങ് പരിപാടി എങ്ങനെയാ തുടങ്ങുന്നത്? എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ചെല്ലുന്നു, ജീവിക്കായിരുന്നു ഞാൻ എന്നൊക്കെ. അല്ല, അത് എൻ്റെ ഈ മാനറിസംസ് ഞാൻ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് വന്നിട്ട്, തമ്പി ഇതിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെങ്ങനെ കാണിക്കാൻ പറ്റും, അപ്പം നീ എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോന്ന് പറയും. അത് കഴിയുമ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കും, ഡയലോഗ് കൊടുക്കും, ഒരു ആദ്യത്തെ ഒരു ടേക്ക് അല്ലെങ്കിൽ 2 ടേക്ക് ആകുമ്പോഴേക്കും ഒരു സാധനം കൊടുക്കും. അപ്പോൾ ജെയിൻ ചേട്ടൻ വരുന്നു, അത് ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു തരും.
പിന്നെ 2-3 എനിക്കത് നല്ല രസമായിരുന്നു. ഐ വാസ് എൻജോയിങ് ആക്ച്വലി. ഈ ആക്ടിങ് പരിപാടി എപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ ഒരു 2020 കോളേജ് പഠിക്കുമ്പോൾ ഒരു നാടകം ചെയ്ത് പിന്നെ അതിൻ്റെ പുറകെയാണ് അങ്ങനെ. നിങ്ങൾ മൊത്തം ഒരു ഗ്രൂപ്പാണ്, കാരണം നിങ്ങളുടെ എല്ലാവരുടെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ കുറെ സെയിം സിനിമകൾ വരും ഇല്ലേ? ഞാനില്ല. നിങ്ങൾ ഒരുമിച്ച് രണ്ട് ഇവര് പടം അല്ലേ? രണ്ടാള്. രണ്ട് പടം. രണ്ടുപേരും ഇവര് ഒന്ന് ഇപ്പൊ മസ്തിഷ്കമരണം. ഹാരി പിന്നെ സംഘർഷഘടന. ഏതാ മസ്തിഷ്കമായിരുന്നു? അല്ലല്ല, ഹാരി ഇപ്പൊ നിങ്ങളും സെറ്റായില്ലേ? പുതിയ പടം ഷോർട്ട് അല്ല, ഫിലിം. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പോൾ അതിൽ ജെയിൻ ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒരു ചെറിയ പരിപാടിയാണ്. അപ്പൊ അടുത്ത് തന്നെ അത് റിലീസ് ഉണ്ടാവും. അടുത്ത ഡയറക്ടർ അടുത്ത ഡയറക്ടർ ശരിക്കും ഷോർട്ട് ഫിലിം ആണ്. ബട്ട് എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഡയറക്ഷൻ, ഫിലിം മേക്കിംഗ്, ആക്ടിങ് ഒക്കെ താല്പര്യമുള്ള അപ്പൊ വാട്ട് യുവർ പ്ലാൻസ്? ഞാൻ ആക്ച്വലി പഠിച്ചത് വക്കീൽ പണിയാണ്. ഞാൻ LLB ആണ് you are a lawyer. ഞാൻ ലോയർ. അപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചതൊക്കെ. പക്ഷെ എനിക്ക് ചെറുപ്പം മുതൽ സിനിമയെ ബന്ധപ്പെട്ട എല്ലാം, പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ എന്നോട് +12 കഴിഞ്ഞപ്പോൾ തന്നെ അപ്പനൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ നീ സിനിമ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് പറഞ്ഞാൽ, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവാത്തതുകൊണ്ട് നോട്ട് ലൈക്ക് യുവർ അപ്പൻ കേട്ടോ, വെരി സപ്പോർട്ടീവ്. ഭയങ്കര അല്ല, എൻ്റെ അപ്പൻ്റെ കാര്യത്തിലേ വേറൊരു വ്യത്യാസമുണ്ട്. പുള്ളിക്ക് എന്നെ കൃത്യമായിട്ട് അറിയായിരുന്നു. കാരണം എന്നെ ടീച്ചറാക്കാൻ ആഗ്രഹിച്ചതാണ് പുള്ളി, അധ്യാപകനാക്കാൻ. പക്ഷേ അധ്യാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കത്തെ ദേഷ്യമായിരുന്നു. കാരണം 5ാം ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചർ, ഭയങ്കര ദുഷ്ടനായ ഒരു ക്ലാസ് ടീച്ചർ, 6ാം ക്ലാസ്സിൽ അതേ അധ്യാപകൻ, 7ാം ക്ലാസ്സിൽ അതേ അധ്യാപകൻ എൻ്റെ അപ്പനായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ ചേരുകയല്ല. അതുകൊണ്ട് പുള്ളിക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പം ഞാൻ എങ്ങോട്ട് പോയാൽ ശരിയാകുകയില്ല എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, സെറ്റായില്ലേ അല്ലേ? എന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറയണ പോലെ. അപ്പം അങ്ങനെ ലോ കഴിഞ്ഞ് നിന്ന് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് പിന്നെയും ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരിപാടി നോക്കണം. അങ്ങനെ എനിക്ക് പരിചയമുള്ള ആൾ വെച്ചിട്ട് ഞാൻ സാറ്റർഡേ നൈറ്റിൻ്റെ ആർട്ടിൽ കയറി. ഞാൻ ആർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആ പടത്തിൻ്റെ ഫുൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെറിയ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഏറ്റവും നല്ല പട്ടിപ്പണിയുള്ളൊരു മേഖലയാണ് ആർട്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ തുടങ്ങിയത്, അതിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായി ഇതാണ് വേഴ്സ്. ഇപ്പം ഇത് ഞാൻ വേഴ്സ് കണ്ടു കഴിഞ്ഞു, അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇനി സൂപ്പറായിരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ കൊച്ചിയിലേക്ക് മാറി. ഞാൻ ബാംഗ്ലൂരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് മാറി. പിന്നെ ഇവിടെ ഒരു ഫിലിം ആക്ടിങ് ഒരു കോഴ്സ് എടുത്തു. അവിടേക്ക് തമ്പി വരാറുണ്ട്. അപ്പം ഞാനും തമ്പിയൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. തമ്പി വേറെ ബാച്ച് ആയിരുന്നു, സെയിം ബാച്ച് ആയിരുന്നില്ല. അവൻ മുംബൈ ചെയ്തതാണ്. പിന്നെ അങ്ങനെ പയ്യെ കുഞ്ഞു വേഷങ്ങൾ ഞാൻ ധൂമെന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെറിയ ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ്റർഡേ നൈറ്റിൽ അപ്പോൾ ഉള്ള സമയത്ത് തന്നെ നിവിൻ ചേട്ടൻ്റെ കൂടെ ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് ആരും ശ്രദ്ധിക്കൊന്നുമില്ല. അതിനകത്ത് ഇങ്ങനെ കണ്ണടച്ചങ്ങോട്ട് പോയി. അത് നമ്മൾ ആർട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് ചോദിച്ച് അങ്ങനെ ചാൻസ് ചോദിച്ച് ഇപ്പൊ ഇവിടെ വരെ എത്തി. ജെയിൻ ചേട്ടൻ്റെ കൂടെ ഒരു ഇത് ചെയ്തു. ലോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ല, ഞാൻ ഇപ്പൊ ലോ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. പക്ഷെ പാരലീഗലാണ്. പക്ഷെ അത് വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ ഫുൾ ടൈം ആക്ടിങ് ഡയറക്ടിങ് തന്നെ പറയാം. മറ്റേത് നമ്മുടെ ബില്ലുകളും EMI കടഞ്ഞു പോകാനുള്ള നല്ലല്ലേ, വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഫുൾ ടൈം ആക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ആക്ടിങ് ഫിലിം മേക്കിംഗ് തന്നെയാണ്. അപ്പൊ ഈ ഡിറക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ജെയിൻ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഇത്രയും പ്രായമായി ഇനി അസിസ്റ്റന്റ് ആവാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീല്, ആ ഫീൽ ഇല്ലല്ലോ. അപ്പൊ അസിസ്റ്റ് ചെയ്യുന്ന എന്താ? ഞാൻ ആക്ച്വലി ഇവിടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗമാണ്. ഒരു സ്പ്രെഡ് ഫാക്ടറി എന്ന് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അവർ ആഡ്സ് ആണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഞാൻ ചീഫൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ആഡ് ചെയ്തു. അങ്ങനെ കുറച്ച് ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. പടത്തിൽ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ജെയിൻ ചേട്ടൻ്റെ സെയിം ഫോമിൽ തന്നെ നമുക്ക് പറഞ്ഞാൽ ചെയ്തെങ്കിൽ നോക്കാം എന്നുള്ള മൂഡിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അടുത്ത് തന്നെ അത് റിലീസാവുന്നു. എന്നിട്ട് ഇവിടെ ഡയറക്ടർ പറഞ്ഞല്ലോ ഈസി പണിയൊന്നും അല്ല, ഞാൻ കരഞ്ഞു തീർക്കുമായിരുന്നെന്ന്. ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല പാട് തന്നെയായിരുന്നു. ആക്ച്വലി എനിക്ക് നല്ല പാടായിരുന്നു. ക്രിയേറ്റീവ് സൈഡിനേക്കാളും കൂടുതൽ കോർഡിനേഷനാണ് എനിക്ക് കുറച്ചും കൂടി പ്രാന്തായി തോന്നിയത്. അത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് എസ്പെഷ്യലി വെൻ യു ആർ പ്രൊഡ്യൂസിങ് എ ഷോർട്ട് ഫിലിം ഐ പ്രൊഡ്യൂസ് ഇറ്റ് മൈസെൽഫ്. അപ്പോൾ അത് പിന്നെയും ഇരട്ടി ഇതാവും. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ജെയിൻ ചേട്ടനേക്കാളും കുറച്ചും കൂടി കൺസ്ട്രെയിൻഡ് ബഡ്ജറ്റിലാണ് ഞാനത് തീർത്തത്. 2 ദിവസം കൊണ്ടാണ് ഞാനത് മൊത്തം പരിപാടി ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒന്നും എത്തിയിട്ടില്ലെങ്കിലും ബട്ട് ഐ തിങ്ക് ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റ്, ഒരു അത്യാവശ്യം 4 കാലി ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എപ്പോഴത്തേക്ക് റിലീസ് ചെയ്ത്? ഇപ്പോൾ എൻ്റെ വർക്ക് നടക്കാണ്. അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിലൊക്കെ. പക്ഷെ എനിക്കറിയാം ഞാൻ കുറച്ച് ഫിലിം ഫെസ്റ്റിവലും ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് പയ്യായിരിക്കുള്ളൂ യൂട്യൂബിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് മനോരമ ഒരു ഇന്റർവ്യൂ കൂടി തന്നാൽ വേണമെങ്കിൽ. അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ. സൈഡിൽ കൂടെ ഇരിക്കുമ്പോ ഒരു മനോരമ ഒരു ഇന്റർവ്യൂ കൂടെ. അല്ല, ഇത് എപ്പോഴാണ് ഇത് ഉപകാരപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലുള്ളത് അത് അറിയാതെ ചിലപ്പോൾ വെളി വരും. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. ഹരി, കണ്ടിന്യൂ ദിസ്. ഇതിങ്ങനെ പോവുള്ളൂ. ഞാൻ അധികം കരയാറില്ല എന്നാണ് പരാതി. അപ്പൊ ഈ അടുത്തായിട്ടൊന്ന് കരയങ്ങട് താങ്കളെ കൊണ്ട് പറ്റും. ഉള്ളിൽ അതിനുള്ള ഒരു ഇൻബിൽട്ട്
കഴിവുണ്ട്, അതെ, ഓക്കെ. പറ്റും, അല്ല സാധിക്കും. അത് ഇന്ന് ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. അപ്പം ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾ ചോദിക്കലുണ്ടോ? അതായത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ഒക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ കൂടെയുള്ള ഡയറക്ടേഴ്സിനെ ഫെല്ലോ ആക്ടേഴ്സിനെ ഒക്കെ കാണുമ്പോൾ ചാൻസ് ചോദിക്കൽ പരിപാടികളുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ചെറുതായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇൻഹിബിഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇൻഹിബിഷൻ പാടില്ല എന്നറിയാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ കോർപ്പറേറ്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പ്രൊഫഷൻ തന്നെ ഫ്രീലാൻസിങ് അത് തന്നെയാണ്. അതെ. അപ്പോൾ ഇതൊരു പാഷൻ ആയതുകൊണ്ട് വേറൊരു സൈഡിൽ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഒപ്പം എഴുത്ത് പരിപാടികൾ, അതായത് ഒരു ബിസിനസ് ജേർണലിസം എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ദിനപത്രത്തിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വരുമാനം വരുന്നത് അതിൽ നിന്നാണ് മേജർ. അപ്പോൾ ഒരു ചെറിയ ഇൻഹിബിഷൻ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അറിയാവുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ അടുത്ത പരിചയമുള്ള ചില സുഹൃത്തുക്കളെന്നല്ല, നമ്മുടെ മെൻറ്റേഴ്സായിട്ടുള്ള ചില ഡയറക്ടേഴ്സുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ്, നിനക്ക് ഈ 2 പണി 2 വള്ളത്തെ കാല് വെക്കരുത്. കാരണം അതിലൊരാളുടെ ഏത് മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു മൂവിയിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു റോള് കിട്ടി, ഒരു 9 days 10 days ഷൂട്ടിങ് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാന താരങ്ങൾക്ക് ഡേറ്റ് ഒന്ന് ക്ലാഷ് വന്നു കഴിഞ്ഞപ്പം പടം ഒരല്പം പോസ്റ്റ്പോണായി. അപ്പോൾ വീണ്ടും ഇദ്ദേഹം എന്നെ വിളിക്കുന്നു. ആ ദിവസം എനിക്ക് ചെല്ലാൻ പറ്റിയില്ല, വർക്കുണ്ട്. ഞാൻ നേരത്തെ എഗ്രി ചെയ്ത ഒരു വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. നല്ല മുപ്പര് അത് കഴിഞ്ഞ് എന്നോട് മിണ്ടിയിട്ടില്ല. കുറേ കാലം എന്നെ ഒരു പരിപാടിക്കും വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിൻ്റെ ചോയ്സാണ്, നിനക്ക് അഭിനയിക്കണമെങ്കിൽ അത് തീരുമാനിക്കുക, നിനക്ക് ട്രെയിനിങ് എടുക്കണമെങ്കിൽ അത് തീരുമാനിക്കുക, ഇതിൽ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുക, ചോദിക്കാതെ ഒരു സാധനവും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാനിപ്പോൾ പതുക്കെ നമുക്കറിയാവുന്നവരോടൊക്കെ ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അറിയാമല്ലോ, ഇവർ പലരോടും കോളേജ് കാലഘട്ടത്തിൽ നാടകത്തിലൊക്കെ ഞാൻ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ അറിയാവുന്നവരാണ് ഇവർ പലരും. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ ഇവർ ചാൻസ് തരുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ എന്നുള്ളത്, അതിൽ കഥയില്ല എന്നുള്ളത് ഈ അടുത്ത് മനസ്സിലായി. അപ്പോൾ ഇപ്പം ചോദിക്കാറുണ്ട്. ഞാനത് കംഫർട്ടബിൾ ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയല്ല. അപ്പോൾ അവർക്കറിയാം നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ചോദിക്കാറില്ല. ഇപ്പോൾ അവരുടെ ഇപ്പം സിനിമകളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ചോദിക്കും, സിനിമയെക്കുറിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് അവർക്കറിയാം. അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിക്കാറില്ല, ഉണ്ടെങ്കിൽ പറയും എന്നുള്ളൊരിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡയറക്ഷൻ ഒരു ഇതായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അതിലേക്കുള്ള ഒരു ഫോക്കസിലേക്കാണ് നിൽക്കുന്നത്. സിനിമകൾ തീർച്ചയായും കിട്ടിയാൽ ചെയ്യും. എനിക്ക് അഭിനയ പരിപാടികളൊക്കെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നും നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ് ഞാനിപ്പം ആലോചിക്കുന്നത്. കാരണം ഡയറക്ഷൻ മെയിൻ ആയിട്ട് വെച്ചിട്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം ഈ നമ്മളിത് ഷാഡോ പ്ലേ എഴുതുമ്പോഴേ എഴുതി വെക്കാൻ എളുപ്പമാണല്ലോ, നമ്മുടെ തോട്ട്സ് നമുക്ക് പേപ്പറിലേക്ക് എഴുതി വെക്കാൻ എളുപ്പമാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം ഇത് ഈ 3 episodes എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്തിനായിരുന്നു? ഇല്ല, ഇത് ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ എൻ്റെ ഐഡിയ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെ ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം കൂടുതൽ ഷോട്ടുകൾ വരുമ്പോഴാണല്ലോ ഒരു ഇത് റിച്ച് ആവുന്നത്. അപ്പം നമുക്ക് പല രീതിയിലെടുക്കാം. അപ്പം ഈ നല്ല ഷോട്ടുകൾ വരുമ്പോഴാണ് ഇതിൻ്റെ ബഡ്ജറ്റ് കൂടുന്നത്, നല്ല ലൊക്കേഷനുകൾ. അപ്പം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഇതുപോലെ നല്ല ലൊക്കേഷനുകളും നമ്മുടെ ഇതിനോട് ഈ മൂഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുമൊക്കെ കണ്ടുപിടിക്കലായിരുന്നു ഈ 3 മാസത്തെ സമയത്ത്. അപ്പം പിന്നെ ഓരോ ഫ്രെയിമും എങ്ങനെ വരണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് രമിത്ത്, പുള്ളി കുറച്ച് സ്റ്റോറി ബോർഡൊക്കെ ചെയ്തു. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കുറച്ച് സീനുകളുടെ പുള്ളീനെ മറ്റേ വാൾ വെച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ആംഗിളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറി ബോർഡ് നേരത്തെ ചെയ്തു വെച്ചിരുന്നു. അപ്പം ഒരു കഥ ആർക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാധാരണ ഒരു മെയിൻ സ്ട്രീം ഒരു സിനിമ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനോട് ചെയ്യാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം അതൊരു ഡയറക്ടറിൻ്റെ വിഷനാണ്. അതെ. അപ്പം ഇനിയിപ്പോഴേ അതായത് ഇപ്പൊ ചെയ്തേക്കുന്ന ഇതിപ്പോ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഉള്ള സാധനമാണല്ലോ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സാധനങ്ങളല്ലാണ്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള സാധനമാണല്ലോ സീരീസ്. ഇനി ചെയ്യുമ്പോ അടുത്തത് എന്ത് ചെയ്യാൻ ആഗ്രഹം? അത് ഈ എനിക്കെപ്പോഴും ഇങ്ങനെ മനുഷ്യരുടെ ഹ്യൂമൻ ഇമോഷൻസ് അല്ല ആളുകളുടെ സ്വഭാവങ്ങൾ ഇതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. മനുഷ്യർക്കൊക്കെ ഒത്തിരി നെഗറ്റീവ് ഷെയ്ഡുകളാണ് ഹ്യൂമൻ ബീങ്സിന്. അപ്പം
നമ്മൾ കാണുന്ന റിയൽ ഇതിൽ നിന്ന് മാറി നെഗറ്റീവ് മനുഷ്യരുടെ ക്രിമിനൽ സൈഡ്, അപ്പം അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനൊത്തിരി പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതിന് ഇനി സ്കോപ്പുണ്ട്. വയലൻസ് കാണിക്കാന്നുള്ളതല്ലേ ഉദ്ദേശിച്ചത്? വയലൻസ് ആളുകളുടെ ഒരു ഗ്രേ ഷെയ്ഡ് അത് തന്നെ, വയലൻസ് അല്ല. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്താണേലും അതൊക്കെ വളരെ മിനിമലായിട്ടാണ് ഞാൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഒരു വളരെ ഗോർ പരിപാടി അത്ര വയലന്റ് സാധനങ്ങളല്ല, അത്ര ഒരു മറ്റേ എന്താ പറയുക ഭയങ്കര ഫെറോഷ്യസ് സാധനങ്ങളൊന്നുമല്ല. ആ ഫീല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മളത് ഇങ്ങനെ ഒരാളെ വെട്ടുന്ന കറക്റ്റ് ഇങ്ങനെ കൊണ്ട് കാണിക്കണം എന്നുള്ള ഐഡിയ ഇല്ല. അത്ര ഗ്രോസ് ഒരു സാധനമല്ല. ശരിയാ. ഞാനൊക്കെ എന്തേരം എക്സ്പ്രഷൻ ഇട്ടാന്നറിയാവോ? അപ്പൊ ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അതാണ് തോന്നുന്നു ആ തീരുമാനം എടുത്തത്. അതെ, അതുകൊണ്ട് ഇങ്ങനെ അതാ ഇപ്പൊ പറയുന്നത്. വെൽ ഡൺ കേട്ടോ. ഡയറക്ടറിന്റെ മൊത്തം വിഷൻ തന്നെ മാറ്റിക്കളഞ്ഞു. ഡയറക്ടർമാരെ, അതായത് നമ്മളെ പോലുള്ള താരങ്ങളെയൊക്കെ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്, ഡയറക്ടറുടെ വിഷൻ തന്നെ മാറും. എഡിറ്റർക്ക് പണി കൂടും. എഡിറ്റർക്ക് പണി കൂടും. ഇപ്പൊ നിങ്ങൾ 4 പേര് ആക്ടേഴ്സ് ആണ്, ഇതിൽ ഒരാൾ ഡയറക്ടറുമാണ്. അപ്പൊ ഈ ഡയറക്ടർ എന്ന രീതിയിൽ ഈ 3 ആക്ടേഴ്സിനെ എന്താ പറയാ, എങ്ങനെയാ വിലയിരുത്തുക? ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം തമ്പി വളരെ എവിഡൻ്റ് ആണ്. തമ്പിയുടെ നേച്ചറും ബിഹേവിയറും ഒക്കെ ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, മഞ്ജു വന്നപ്പോഴേ ശ്രദ്ധിച്ച് കാണുമായിരിക്കും പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോകത്താരെ പുള്ളി ആദ്യം കാണുമ്പോഴും അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതേ ഡയലോഗ് ഒരു 50 സ്ഥലത്തിൽ കേട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരുടെ തമ്പി ഇത് വിളിക്കുന്നത്. അത് പുള്ളി പർപ്പസ്ഫുള്ളി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ തലയിൽ പെട്ടെന്ന് രജിസ്റ്റർ ആവും. ഇതൊക്കെ ഒരു ടാക്ടിക്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്ത്രമാണ്. തന്ത്രമൊന്നുമല്ല, അതിങ്ങനെ കോളേജിൽ വെച്ച് ഇങ്ങനെ തുടങ്ങിയതാണ്. അത് വർക്കാവുണ്ടെന്ന് എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോ ഇവരെ 3 പേരും മറന്നാലും തമ്പിനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ചേഞ്ച് വേണം. തമ്പി അത് പറയരുത്, തമ്പി അങ്ങനെ പറയാൻ പാടില്ല. ആക്ച്വലി അതൊരു ടാക്ടിക്സ് ആണെന്ന് തന്നെയാണ് തമ്പി പറയേണ്ടത്. ടാക്ടിക്സ് ആണ് സത്യമായിട്ടും. നേരത്തെ എന്താ പറയാ, എനിക്കെന്തോ ഓർമ്മയില്ല. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ നമ്മൾ രണ്ടുപേരും കണ്ടു കഴിയുമ്പോൾ എന്നെ ഓർത്തിരിക്കുന്നത് ഇപ്പൊ തമ്പിന്ന് മറക്കൂലെന്ന് പറഞ്ഞില്ല. അത് തന്നെയാണ് ഞാനോട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ, ലൈക്ക് എനിക്ക് ആൾക്കാർ പരിചയപ്പെടണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെന്നെ ഒരിക്കലും മറക്കരുത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാ. അത് വർക്കായതിൻ്റെ ഒരു ഇതാണ്. ഞാൻ പുള്ളീനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ ഒരു നേച്ചർ ഇന്ന ക്യാരക്ടറിന് വർക്കാവുന്ന എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം തമ്പിയുടെ ബിഹേവിയറും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ക്യാരക്ടറിന് ഒത്തിരി സാമ്യതകൾ വന്നു. ഞാൻ പുള്ളീനെ വിചാരിച്ചൊന്നും എഴുതിയതല്ല, വേറെ 1-2 പേരെയൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് തമ്പിയിൽ തന്നെ വന്നത്. അപ്പം ഹാരി ഒരു ന്യൂട്രൽ ക്യാരക്ടറാണ്. അപ്പോൾ പക്ഷേ ഹാരിയുടെ ആണെന്ന് തോന്നുന്നു. ഹാരിയുടെ എവിടെയോ ഒരു ഓഡീഷന് വെച്ച ഒരു വീഡിയോ ഞാൻ എവിടുന്നോ കണ്ടായിരുന്നു, ഏതോ ഒരു സ്ഥലത്തു നിന്ന്. എന്നോട് പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് ഇതിനു വേണ്ടി ഓഡിഷൻ ചെയ്ത വീഡിയോ തന്നെ ആയിരിക്കും. ആണോ? ഇതിനു വേണ്ടി ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഓഡിഷൻ വെച്ചിട്ടുണ്ടായിരുന്നോ? ഓഡിഷനൊക്കെ വെച്ചായിരുന്നു ആക്ച്വലി. പേരെന്താന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. നാരായണൻ മാത്രാണോ? പട്ട് നാരായണൻ അല്ലേ? അതെന്തിനാ പറയണേ? അല്ല, ഞാൻ പറഞ്ഞതാ, ഓഡീഷൻ പോലും വെക്കാതെ ഒരാൾ ക്യാരക്ടർ വിളിച്ചപ്പോ. അതെ, അതിനങ്ങനെ പറഞ്ഞ അങ്ങനെ ആക്കല്ലേ. ഞാൻ വേറെ മൂടില്ല പറഞ്ഞത്. അല്ല, അപ്പം ഹാരിയുടെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ ഓഡീഷൻ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞു, നമ്മൾ ഒരാളോട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പം അയാളുടെ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് അയാൾക്ക് എത്രത്തോളം വേരിയേഷനുകളും ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നും ഒക്കെ അറിയാൻ പറ്റും കുറച്ച്. അപ്പം ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ചെയ്യാൻ പറ്റും. കാരണം അയാൾക്ക് ഫ്രസ്ട്രേഷനുകളുണ്ട്, പിന്നെ ഈ നമ്മുടെ സംസാരത്തിലും ഒരാൾ ഇപ്പം ഹാരിയൊക്കെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ ആക്ടിങ് സ്ട്രഗിൾ ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു കഥാപാത്രം കൊടുത്തു കഴിയുമ്പം അയാളുടെ ആ സ്ട്രഗിള് എക്സാക്ട് ഇതല്ല ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ള നമുക്ക് ഉറപ്പാണ്. കാരണം ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, നമുക്ക് ഉറപ്പാണ്. സ്ട്രഗിൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനൊക്കെ. എന്താ അങ്ങനെ എന്തോ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ അല്ല, ആക്ടേഴ്സ് ലൈഫ് ഞങ്ങൾക്ക് മനസ്സിലാവാതെ.
അതല്ല, അത് സീരീസ് കണ്ട ആളെന്ന രീതിയിൽ, ഷെഫീഖിനെ കണ്ട ആളെന്ന രീതിയിൽ അതെന്തോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഒന്നുമില്ല. ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലേ. പിന്നെ സുദീപിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു മൂവി സെറ്റിൽ വെച്ചുണ്ടായ പരിചയവും, പുള്ളിക്ക് 2 സ്വീറ്റായിട്ടുള്ള 2 പെമ്മക്കളുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം സുദീപിന് വളരെ, എനിക്ക് തോന്നി പുള്ളി ഒരു നല്ല സ്വീറ്റ് ഫാദറായിട്ട്, പിന്നെ പുള്ളിയുടെ സംസാരമൊക്കെ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പം ഒരു പോലീസുകാരനാണെങ്കിലും ഒരു നല്ല മനസ്സുള്ളൊരു പോലീസുകാരൻ. പോലീസുകാരൻ്റെ ഒരു ഫീൽ ഇല്ലാത്ത പോലീസുകാരൻ. അതെ 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 അതെ. അങ്ങനെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടൊക്കെ അവധി മേടിക്കുന്ന ഒരു പോലീസുകാരനുണ്ടോ? നമ്മളെ കണ്ടിട്ടുണ്ടോ? അതാണ്. ഞാനങ്ങനെ ഷൂട്ടിനിടയ്ക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലത് കണ്ട് ഇല്ല 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 ഇല്ല, അതല്ല പുള്ളി ഉദ്ദേശിച്ചത്, അതല്ല ഉദ്ദേശിച്ചത്. ഞെട്ടണ്ട. വേറെയും കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മളുടെ ഇവിടെ വരാനുള്ള ലിമിറ്റഡ് നമ്പേഴ്സ് കാരണമാണ്. വേറെ കുറേ നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ട്. പ്രശാന്തൊക്കെ അല്ലേ? നിങ്ങളുടെ ക്രൂവിനെ കുറിച്ച് പറയൂ, നിങ്ങളുടെ ടീമിനെ കുറിച്ച് പറയൂ. നമ്മുടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-13 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അഭിനയിക്കുന്നവർ തന്നെ. ഇപ്പം ഇതിൻ്റെ അകത്ത് ലക്ഷ്മി മകളായിട്ട് അഭിനയിച്ച ലക്ഷ്മീൻ്റെ അസോസിയേറ്റുമാണ്. പിന്നെ അഫീഫ്, വിപിൻ, ഇവരെല്ലാം അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിച്ച് മറ്റേ ഞാനുമായിട്ട് കോമ്പിനേഷനുള്ള താടി വെച്ച പുള്ളി വേദ്, ഈസ് എ വെരി ഗുഡ് ആക്ടർ. പിന്നെ നമ്മുടെ കള്ളുകൂടിയനായിട്ട് വന്ന പ്രശാന്ത് മണി, പുള്ളി ഒരു നടനും. അത് തന്നെ. പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഒക്കെയാണ്. നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നത്. നല്ല ഗായകനാണ്. മ്യൂസിക് ടീച്ചറാണ്. അല്ല, പുള്ളി കുറച്ച് മിമിക്രി ചെയ്യും. അങ്ങനെ. പിന്നെ അതിൻ്റെ അകത്തെ മറ്റു 2 പോലീസുകാർ, അവരൊക്കെ സിനിമകളിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെയാണ് അവർ. അതെ അതെ അതെ. പിന്നെ ആരാണ് ഞാനെല്ലാം വിട്ടുപോയിട്ടുണ്ടോ? സിനിമാറ്റോഗ്രാഫർ നിഖിൽ. സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ അവരുടെ ഇതാണ് നമ്മൾ മാറ്റി വെച്ചത്. കാരണം അവർ 2 പേരും സിനിമകളുടെ വർക്കൊക്കെ ആയിട്ട് തിരക്കിലാണ്. മ്യൂസിക് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും. തോമാച്ചൻ. പിന്നെ തോമാച്ചൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് താടി വെച്ചൊരു ഗുണ്ട പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് കണ്ണൻ. പുള്ളിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ള് റൺ ചെയ്തത്. അപ്പം പുള്ളി ഒരുപാട് സ്ട്രെസ്സുകൾ ഏറ്റെടുത്തതിൻ്റെ ഇടയ്ക്ക് വന്ന് അഭിനയിക്കുന്നു. പിന്നെ പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നു. ഫുൾ പരിപാടി 1 man ഷോ ആയിരുന്നു പുള്ളി. പുള്ളിക്കാരനുണ്ടായിരുന്നു ആർട്ടിസ്റ്റായിട്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ എഡിറ്ററാണ് ഏറ്റവും കൂടുതൽ ഞാൻ തലവേദന കൊടുത്ത മനുഷ്യൻ. കാരണം ഞാൻ വീട്ടിൽ പോയിരുന്ന് ചെയ്യുമായിരുന്നു പുള്ളിയുടെ കൂടെ ഇരുന്ന്. അപ്പോൾ ഞങ്ങളൊരു 4 വട്ടം ഫുള്ള് റീവർക്ക് ചെയ്തു എഡിറ്റ്. കാരണം എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ ഇൻഫർമേഷൻ മാക്സിമം ഹൈഡ് ചെയ്യുകയാണ്. എത്രത്തോളം ഹൈഡ് ചെയ്യുന്നതോറും ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അത് ഇങ്ങനെ, അതായത് നമ്മളെ കാണുന്നവരെ കബളിപ്പിക്കുന്ന പോലെ തോന്നുകയും ചെയ്യരുത്. അവർ നാച്ചുറലായിട്ട് അതിൽ ഇങ്ങനെ എന്തോ വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. അവരുടെ തന്നെ തോന്നലുകളും ക്രിയേറ്റ് ചെയ്യാം. ചിലർ ഇന്നതായിരിക്കും എന്നൊക്കെ വേറെ ഇൻ്റർപ്രിറ്റേഷനുകളൊക്കെ. അപ്പോൾ നമ്മൾ അതൊരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ആണ്. അതായത് നമ്മൾ ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യുന്നു ആൻഡ് ഷെയർ ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ള ഒരു ഐഡിയയിൽ കുറേശ്ശെ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെ ഇട്ട് കൊടുത്തിട്ട് പോകുന്ന ഒരു, ഈ പറഞ്ഞ പോലെ ഒരു പസിൽ അടുക്കി വെക്കുകയാണ്. അത് സോൾവ് ചെയ്യേണ്ടത് നാച്ചുറലി സോൾവ് ചെയ്ത് വരികയാണ് ഓരോ എപ്പിസോഡും കണ്ടു കഴിയുമ്പോൾ. അങ്ങനെ സീസൺ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത സീസൺ വരുന്നുണ്ട്. സീസൺ 2 നമ്മുടെ ഐഡിയയിലുണ്ട്. ഇഫ് എവറിത്തിങ് ഗോസ് വെൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ടും 5-6 എപ്പിസോഡുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പരിപാടി. അത് പ്രീക്വൽ വേണോ സീക്വൽ വേണോ എന്നുള്ളൊരു ചർച്ചയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ കാരണം അറിയാമല്ലോ. കാരണം പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കണമെന്ന് ജെയിൻ അതിയായ ആഗ്രഹമുണ്ട്. അല്ല, അതാണ്. അപ്പം ജെയിൻ അതിന് ആഗ്രഹമുണ്ട്. അപ്പം ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പൊ ഈ വന്ന നിമിഷം തൊട്ട് ഈ നിമിഷം വരെ സംസാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഈ സീരീസ് ചെയ്ത് തീർത്തേ? എല്ലാരും കൂടി ഒരു സീനിൽ ഒരുമിച്ച് ഉണ്ടായിട്ടില്ല. ഇല്ലല്ലേ, ഈ പുള്ളിനെ ആദ്യം ഒഴിവാക്കിയതൊക്കെ. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല, സെറ്റിൽ ചെയ്യാൻ ഭയങ്കര സീരിയസാ. പിന്നെ സീരിയസ്ലി ശരിക്കും ഞാൻ പൊതുവെ ഭയങ്കര സീരിയസ് മനുഷ്യനാണ്. എങ്ങനെയാകാൻ പറ്റും? സത്യം, അത് നടക്കുന്ന കേസല്ല. എന്തായാലും സംഭവം മനോരമ മാക്സിലുണ്ട്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ സീസൺ 2 ആയിട്ട് വരാമെന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.